രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായി പി വി അൻവറിന്റെ യു ഡി എഫിലേക്കുള്ള കടന്നുവരവിന് പ്രധാനമായി വഴിയൊരുക്കിയത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള പിന്തുണ പി വി അൻവറിന് നൽകിയിരുന്നു. അൻവർ വരുന്നെങ്കിൽ വരട്ടെ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അങ്ങനെ ഒരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു. എന്തായാലും ബേപ്പൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതിനു പിന്നാലെ ചില പരാതികൾ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. അതായത് രാമനാട്ടുകരയിലും ഫറോക്കിലുമൊക്കെ അദ്ദേഹത്തിന് യു ഡി എഫ് വോട്ടുകൾ വേണ്ടുന്ന രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ പരാതിയിൽ അത്തരത്തിൽ പ്രവർത്തകർ വിലയിരുത്തുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ പി വി അൻവർ ലീഗ് വോട്ടുകൾ കിട്ടിയില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പി വി അൻവർ പാണക്കാട്ടെത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇപ്പോൾ ഞാനുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നേരിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കാണുന്ന സാഹചര്യം ഉണ്ടായത്. ലീഗ് തനിക്കൊപ്പം ഒറ്റക്കെട്ടായി ബേപ്പൂരിൽ പ്രവർത്തിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും അവരുടെ സഹായം തനിക്ക് ലഭിച്ചിട്ടുണ്ടോ, അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടി പി വി അൻവർ പറഞ്ഞു വെക്കുകയാണ്. മറ്റു തരത്തിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒരു തരത്തിലും താൻ ലീഗിനെതിരെ പരാതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ ബേപ്പൂർ മണ്ഡലത്തിൽ തനിക്ക് വളരെയധികം പിന്തുണ ലഭിച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ്. അവർ അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പിന്തുണ തനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം സാദിഖ് അലി തങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പാണക്കാട്ടേക്ക് എത്തിയത്. അതല്ലാതെ എന്തെങ്കിലും പരാതി പറയാനോ തനിക്ക് എന്തെങ്കിലും അതൃപ്തി ഉള്ളതുകൊണ്ടോ അല്ല എന്ന് പി വി അൻവർ അടിവരയിട്ട് പറയുകയാണ്. എന്തായാലും അല്പസമയം മുൻപാണ് അദ്ദേഹം പാണക്കാട്ട് നിന്ന് തിരിച്ചത്. പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ആദ്യമായാണ് പാണക്കാട്ടേക്ക് എത്തുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തനിക്ക് യാതൊരു തരത്തിലുള്ള നിരാശയുമില്ല. മുഹമ്മദ് റിയാസ് എന്ന മുഖ്യമന്ത്രി മരുമകനെ ആ മണ്ഡലത്തിൽ തന്നെ തളച്ചിടാൻ തന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ തന്റെ ഉദ്ദേശശുദ്ധിയെ താൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാക്കപ്പെട്ടു. ഇനി യു ഡി എഫിനൊപ്പം അടിയിറച്ചു താൻ നിലനിൽക്കുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പറഞ്ഞത്. എന്തായാലും മുസ്ലിം ലീഗ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ നേരിട്ടെത്തി കാണുന്നതിലൂടെ പി വി അൻവർ തന്റെ രാഷ്ട്രീയ ജീവിതം യു ഡി എഫിനൊപ്പം തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടി അതിലുണ്ട്.